നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. സാധാരണ ഞാൻ മെഡിക്കലി റിലേറ്റഡ് ആയ വീഡിയോസാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതൊരു ഒരു രസകരമായ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി. അത് തോന്നാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറുടെ കൂടെ ഒരു യാത്ര വൈകുന്നേരം. ഞാൻ സാധാരണ എവിടെ പോകുമ്പോൾ ഞാനാണ് കാർ എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 10-15 കിലോമീറ്റർ ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഈ 15 കിലോമീറ്റർ അദ്ദേഹം ഒരു 3/4 മണിക്കൂർ എടുത്തു. രാത്രിയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഓരോ വണ്ടി എതിരെ വരുമ്പോഴും റോഡിന്റെ പുറത്തേക്ക് വണ്ടി ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് തിരിച്ച് റോട്ടിൽ കയറ്റുള്ളൂ. പിന്നെ അടുത്ത വണ്ടി വരുമ്പോൾ റോഡിന് അത് ഇദ്ദേഹത്തിന്റെ കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കണ്ണിന് അഡാപ്റ്റേഷൻ ഇത് മനസ്സിലാക്കാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ലൈറ്റ് ലോറിയുടെ ആണ്, കാറിന്റെ ആണ്, ബൈക്കിന്റെ ഒന്നും ഒരു ഊഹത്തിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്കും ചിലപ്പോഴൊക്കെ സന്ധ്യാസമയം ഈ നേരം ഇങ്ങനെ ഇരുട്ടി വന്ന സമയത്ത് ആകാശത്ത് ചെറിയ വെളിച്ചമുള്ളപ്പോൾ നമുക്ക് ലൈറ്റ് എതിരെ പിന്നെ ലൈറ്റ് വരികയും ചെയ്തു. ഫുൾ രാത്രിയാകാത്ത സമയത്തൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു, വണ്ടി ഓടിക്കാൻ തോന്നാറുണ്ട്. അപ്പൊ മറ്റേ വണ്ടിയുടെ ഡിസ്റ്റൻസ് കൺഫ്യൂഷൻ വരാറുണ്ട്, എത്ര ദൂരം എന്ന് വിലയിരുത്തുന്നതിൽ ജഡ്ജ്മെന്റ് പാടാറുണ്ട്. അതുപോലെ പറഞ്ഞാൽ 2 ബൈക്ക് വരെ അത് കാറാണെന്ന് സംശയം തോന്നി കുറെ കൂടെ അടുത്തെത്തുമ്പോൾ മനസ്സിലാവുള്ളൂ. അത് പണ്ടെല്ലാം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ 50s കഴിയുമ്പോൾ പല ആൾക്കാർക്കും ഇതിന്റെ ബുദ്ധിമുട്ട് കൂടി വരും. സോ ഞാൻ ഇപ്പോൾ കണ്ടത് പല ആളുകളും വണ്ടി ഓടിച്ചൊക്കെ പോകുന്നിട്ട് അങ്ങോട്ട് ഡിമ്മിട്ട് വെച്ചിട്ട് ഒരൊറ്റ പോക്കലാണ് ഇങ്ങനെ. പഠിച്ചവനെ കത്തളീതൊരു പറച്ചിലുണ്ടല്ലോ, അതുപോലെ ഒരു പോക്ക് ഇങ്ങനെ അങ്ങോട്ട്. അവിടെ നിന്ന് വന്നവന് കണ്ണ് കാണുമല്ലോ, അവൻ ഓടിച്ചോളൂ, അവൻ നോക്കി പോയിക്കോളൂ എന്ന് വിചാരിച്ചിട്ട്. അവിടെ നിന്ന് വരുന്ന ആൾ ഇതുപോലെ കണ്ണ് കാണാത്ത ആളാണെങ്ങളുടെ കൊടുക്കാൻ ചിന്തിച്ചോളണം. സോ ഇവിടെ പ്രോബ്ലം കിടക്കുന്നത് ഈ ഒരു ഇഷ്യൂ സമൂഹത്തിലുണ്ട്. എനിക്ക് ചെറുപ്പക്കാരുടെ പറയാനുള്ളത്, നിങ്ങൾ സ്വന്തം കുഴി തോണ്ടരുതെന്നേ പറയുള്ളൂ. കാരണം പല ആൾക്കാരും ഡിമ്മിട്ട് അവിടെ നിന്ന് ഡിമ്മ് തരില്ല, ഡിമ്മറേറ്റ് ഇട്ട് കാണിച്ചേടാ എനിക്ക് കണ്ണ് കാണുന്നില്ല, അടിച്ച് കാണിച്ചു അവൻ എന്നെ തോപ്പിക്കറ ഹൈബീം നമ്മുടെ കണ്ണിലേക്ക് അതിനടിച്ചു 2 അടി അടിച്ചു കണ്ണിലേക്ക്. ഇതൊന്ന് ചിന്തിച്ചു, എതിരെ വരുന്ന ആൾക്ക് കണ്ണ് കാണുന്നില്ല. അയാൾ അയാൾ അറിയാതെ അയാൾ ഈ പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരിയ വഴിയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ആക്സിഡന്റ് ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ കണ്ണ് കാണുന്ന ചെറുപ്പക്കാരൻ കഴിയുന്നതും ഒന്ന് ഹൈബീം ഇട്ടിട്ട് റോഡ് കാണാൻ മനസ്സിലാക്കാതെ ഡിമ്മിട്ട് കൊടുക്കുക. എങ്ങനെയെങ്കിലും അവർ കഴിച്ചിലായി പോയിക്കോളൂ പോണത്. ഇതില്ല എങ്കിൽ നിങ്ങൾ ഹൈബീം ഇട്ട് കൊടുത്ത പിന്നെ ഒന്നും കാണുന്നില്ല, പിന്നെ ഒരു ഊഹത്തിലിരിക്കപ്പ ഇടി കിട്ടിയാൽ നമുക്കും കിട്ടുമെന്ന് ചിന്തിക്കുക. ആർക്കും എന്തും സംഭവിക്കാം അല്ലേ? സോ ഇത് ശരിക്കും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ലൈറ്റ് സിഗ്നൽസ് എന്തിനാണുള്ളത്? പണ്ട് എനിക്ക് പറയുന്നത്, ഞാനും പലപ്പോഴും ഡിമ്മിടാൻ മറന്നു പോകാറുണ്ട്. എൻ്റെ ഡ്രൈവറെ പലപ്പോഴും ഞാൻ ചീത്ത പറയുന്നു ഡിമ്മിടാതെ വണ്ടി എടുക്കുമ്പോൾ. അപ്പോൾ അവൻ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടത്. ഡിമ്മിടില്ല. ലോറിക്കാർ നമ്മൾ പണ്ട് പറയും, ചില പാണ്ടി ലോറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡിമ്മേ ഇടില്ല, അവരങ്ങനെ ഇരിക്കുകയുള്ളൂ, അവർക്ക് മടിയാവും. പക്ഷെ അവര് ആനപ്പുറത്താ, അവർക്ക് മുകളിൽ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ നമുക്ക് കണ്ണു കാണില്ല. സോ ഇത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. ഡിമ്മും ബ്രൈറ്റും അത് ഇടാൻ പഠിച്ചേ പറ്റൂ. നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ പോകുമ്പോൾ ദൂരേക്ക് കാഴ്ചിട്ട് ഹൈബീം വേണം. അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ഹൈബീം വേണം, മസ്റ്റാണത്. കാരണം ഞാൻ 2 പ്രാവശ്യം ആക്സിഡന്റ് ജസ്റ്റ് രക്ഷപ്പെട്ടാണ്. നമ്മുടെ ഡിം ഇട്ടിട്ടുണ്ടെങ്കിൽ നടന്നു പോകുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് കറുത്ത ഡ്രസ്സാണ്, കാണേയില്ല, മൂവ്മെന്റ്സ് മനസ്സിലായി. സോ കാലിയായ റോട്ടിൽ കൂടെ സ്ട്രെയിറ്റ് പോകുമ്പോൾ അപ്പോൾ നമുക്ക് കഴിയുന്നത് ഹൈബീം തന്നെ വേണം. പക്ഷെ എതിരെ ഒരു വണ്ടി വരുമ്പോൾ അവന്റെ കണ്ണിലേക്ക് ഹൈബീം അടിച്ചാൽ അവനുള്ള ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത് ഈ ചെറുപ്പക്കാർക്ക് ഇപ്പൊ മനസ്സിലാവില്ല. പക്ഷെ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ മനസ്സിലാവും. ഒന്നും കാണില്ല, ആകെ ഒരു ഊഹത്തിലാണ് പിന്നെ പലരും വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എതിരെ വണ്ടി വരുമ്പോൾ ഡിമ്മ് ആക്കി കൊടുക്കുകയും ആ വണ്ടി പാസ് ചെയ്ത് ഉടനെ ഹൈബീം ഇട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഡ്രൈവിങ്ങിന് സമയത്ത് അതൊരു ശീലമാക്കണം പ്ലീസ്. ഇതാൻ ചെറുപ്പക്കാരോട് പറയുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ആരുടെയൊക്കെ അച്ഛനമ്മമാരുടെ എതിരെ വരുന്നത്, അവർക്കൊരു വില കൊടുക്കുക. അവർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അഹങ്കാരമാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ്, ഇതൊക്കെ ഞാൻ എത്ര കൊല്ലം വണ്ടി ഓടിക്കണത്. പക്ഷെ കണ്ണ് അത്രയും കൊല്ലം പഴക്കമുള്ളതാ. ആ കണ്ണ് ഇതിനോടൊക്കെ ഒന്ന് അഡാപ്റ്റ് ചെയ്തോളണമെന്നില്ല. സോ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ലൈഫിന് വേണ്ടി. നിങ്ങളുടെ അച്ഛൻ്റെയൊക്കെ പ്രായമുള്ള ഒരു എബോവ് മിഡിൽ ഏജ് കഴിഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡിമ്മും ബ്രൈറ്റും ഇടാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.